മക്കളെ ഒരു കാര്യത്തിന്റെ ഇടയിലൂടെ പറഞ്ഞോട്ടെ. 183 കുട്ടികൾ ആത്മഹത്യ 4 മാസത്തിനുള്ളിൽ. കൊറോണയുടെ സമയത്ത് 4 മാസത്തിനുള്ളിൽ 183 സ്റ്റുഡൻസ് കമ്മിറ്റ് സൂയിസൈഡ് വെൻ ദർ പേരൻസ് വെർ അറൗണ്ട്. വീട്ടിൽ പേരൻസ് ഉള്ള സമയത്താണ് 18 വയസ്സിന് താഴെയുള്ള 183 കുട്ടികൾ ആത്മഹത്യ ചെയ്തത്. ഞാനൊക്കെ അത് വായിച്ചിട്ട് സങ്കടപ്പെടുകയും കരയൊക്കെ കരയും. ഞാൻ 22ാമത്തെ വയസ്സിൽ ആത്മഹത്യാ ശ്രമം നടത്തിയ ആളാണ്. എന്നിട്ടൊന്നും ഉണ്ടായില്ല, ഞാൻ ജീവനോടെ ഉണ്ട്. അത് പിന്നീട് എപ്പോഴെങ്കിലും പറയണ്ട. അത് തന്നെയാണ് ഈ തേപ്പ് കഥയാണ്. പോട്ടെ, എന്നാ പിന്നെ അത് പറ. ദുരന്തം കേൾക്കാൻ ഇഷ്ടമുള്ളപ്പോഴേ അത് പറയണില്ല. പിന്നെ എന്താ പറഞ്ഞത്, 183 കുട്ടികൾ ആത്മഹത്യ. അതില് പകുതി കുട്ടികൾ ആത്മഹത്യ ചെയ്തത് എക്സാം പ്രഷർ കാരണം. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ 4 മാസത്തിനുള്ളിൽ കേരളത്തിലുണ്ടായതാണ്. പകുതി കുട്ടികൾ വീട്ടിലെ റിലേഷൻഷിപ്പ് പ്രശ്നം കാരണം, വീട്ടുകാരുടെ പ്രശ്നം കാരണം. ചില കുട്ടികൾ റിലേഷൻഷിപ്പ്, അവരുടെ സ്വന്തം റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗൺ ആവുന്നു, തേക്കുന്നു, വറക്കുന്നു. അത് കഴിഞ്ഞ് അത് തീർന്നത്. ഒരുത്തന ആത്മഹത്യ എന്തിനാണെന്നറിയോ? ഒരു പയ്യൻ വൈഫൈക്ക് സ്പീഡില്ല. കറക്റ്റാ, ഞാൻ തള്ളി നിന്ന് ഉണ പറയുന്നല്ല. വൈഫൈക്ക് സ്പീഡില്ല എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയ ഒരു പയ്യനെ രക്ഷിച്ചിട്ടുണ്ട്. +2 ഫുൾ എല്ലാത്തിലും നല്ല മാർക്കുണ്ട്. ഒരു സബ്ജക്റ്റില് അവന് വിചാരിച്ച മാർക്ക് കിട്ടിയില്ല. എന്നിട്ട് ചാലക്കുടിയിലുള്ള പയ്യൻ, അവൻ തൃശ്ശൂര് പുലർച്ചെ ആത്മഹത്യ സൂയിസൈഡ് ചെയ്യാൻ പോവാ പുലർച്ചെ. എന്നിട്ട് റെയിൽവേ ട്രാക്കിൽ കയറി നിന്നിട്ട് പുലർച്ചെ എന്നെ ഫോൺ ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ ട്രെയിൻ വരുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യട്ടെ? ഞാൻ പറഞ്ഞു ചാടാ. അവൻ ചാടി. അവനെ ഞാൻ വണ്ടി എടുത്ത് കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുപോയി കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ നിർത്തി. അവനെ വീട്ടുകാരൊക്കെ വിളിച്ച് റെഡിയാക്കി അവനെ വിട്ടു. അവനിപ്പോ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ഓരോ പേപ്പർ പാസ്സാവുമ്പോഴും അവൻ തൃശ്ശൂർ വരും എന്നെ കാണാൻ. എന്നിട്ട് എനിക്ക് ഫുഡ് വാങ്ങിച്ചു. നോക്കൂ എങ്ങനെയുണ്ട് എൻ്റെ മോട്ടിവേഷൻ പറ.